നമസ്കാരം. സംസ്ഥാനത്ത് രാത്രിയിൽ തണുപ്പ് കൂടുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തുന്ന കണ്ണൂരിൽ ഉൾപ്പെടെ രാത്രിയിൽ നല്ല തണുപ്പാണ്. രാത്രി 16 മുതൽ 19 വരെ ഡിഗ്രി സെൽഷ്യസ് ആയി വിവിധ ഭാഗങ്ങളിൽ ഇത് താഴുന്നുണ്ട്. പുലർച്ചെയാണ് താപനില തീരെ താഴുന്നത്. മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാത്രിയിലും പകലുമുള്ള താപനിലയിൽ വലിയ വ്യത്യാസമുണ്ട്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പലയിടങ്ങളിലും കണ്ണൂരിലേതിനേക്കാൾ ചൂട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിന് മുകളിൽ മേഘങ്ങളില്ലാതെ തെളിഞ്ഞ ആകാശമാണ് ഉണ്ടാവാറുള്ളത്. ഇതാണ് പകൽ ചൂട് വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. സൂര്യപ്രകാശം ഭൂമിയുടെ ഉപരിതലത്തിൽ നേരിട്ടെത്തുന്നതോടെ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ മൂലം അന്തരീക്ഷത്തിൽ കൂടിയ ചൂട് അനുഭവപ്പെടും. അൾട്രാവയലറ്റ് രശ്മികൾക്കും അതനുസരിച്ച് തീവ്രത കൂടിയത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയുണ്ട്. 8 മുതൽ 10 വരെയാണ് വിവിധ കാലാവസ്ഥാ വെബ്സൈറ്റുകൾ നൽകുന്ന വിവരമനുസരിച്ച് കേരളത്തിലെ അൾട്രാവയലറ്റ് ഇൻഡെക്സ്. ഇത് വളരെ ഉയർന്നതാണ്. 3 മുതൽ 5 വരെയാണ് സാധാരണ നില. മേഘങ്ങളില്ലാത്തതിനാൽ തന്നെയാണ് രാത്രി താപനില കുറഞ്ഞ തണുപ്പ് അനുഭവപ്പെടുന്നത്. ചൂടായി കിടക്കുന്ന ഭൂമിയിൽ നിന്നുള്ള ഔട്ട്ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ കൂടുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. രാത്രി താഴ്ന്ന താപനില കുറയാനും പകൽ ഉയർന്ന താപനില കൂടാനും മേഘങ്ങളില്ലാത്ത അവസ്ഥയാണ് കാരണമെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ശാസ്ത്രജ്ഞ ഡോക്ടർ വി കെ മിനി പറഞ്ഞു. 30 വർഷത്തെ ശരാശരിയുമായി തട്ടിച്ചു നോക്കിയാൽ താപനില ഉയർന്നുവെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായം. ഏറ്റവും ചൂട് കൂടിയ വർഷമായി കണക്കാക്കിയ 2024 നിന്നും ഒട്ടും വ്യത്യസ്തമാവില്ല ഈ വർഷമെന്നും അവർ കരുതുന്നു.